ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് അൾട്രാ വയലറ്റിൻ്റെ X47 ക്രോസ് ഓവർ എന്ന് പറയുന്ന ഒരു ബൈക്കാണ്. ഈ ബൈക്കിനെ കുറിച്ച് അധികം സ്പെസിഫിക്കേഷൻ പറയേണ്ട ആവശ്യമില്ല. കാരണം ഏകദേശം ഒരു വർഷമായി തന്നെ നമ്മുടെ വിപണിയിൽ ഇപ്പോൾ ഉണ്ട്. അതിനിടയിൽ ഉണ്ടാകുന്ന ഇഷ്യൂസ്, ഈ വണ്ടിക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ എക്സ്പെൻസ് വരുന്നത്, ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. അതിലാദ്യം തന്നെ നമ്മൾ പറയുകയാണ്, ഈ വണ്ടിയുടെ ഒരു ഓവറോൾ പറയുമ്പോൾ ഇതിനൊരു 7.1 കിലോ വാട്ട് ബാറ്ററി മുതൽ ഒരു 10.3 കിലോ വാട്ട് ബാറ്ററി വരെയുള്ള വേരിയൻസ് ആണുള്ളത്. ഒരു സ്റ്റാർട്ടിംഗ് വേരിയൻറ്റിലേക്ക് 7.1 ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റേഞ്ചും കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ടായിരിക്കും. ഏതായാലും നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഉള്ള, ഒരു റേഞ്ചുള്ള, ഒരുപാട് പേര് കൺസിഡർ ചെയ്യുന്ന വാഹനങ്ങളിൽ ഒന്നാണ് അൾട്രാ വയലറ്റിൻ്റെ ഈ ബൈക്ക് സ്റ്റൈലിലുള്ള ഒരു ക്രോസ് ഓവർ വണ്ടി. അതായത് ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊരു ADV അല്ല, ഇതൊരു നോർമൽ സ്ട്രീറ്റ് ബൈക്കല്ല, ഇതൊരു മിക്സ്ഡ് അപ്പ് ആയിട്ടുള്ളൊരു ബൈക്കാണ്. ഇതൊരു ക്രോസ് ഓവറാണ്. ഈ പേര് പറയുന്ന പോലെ തന്നെ ഒരു ക്രോസ് ഓവറാണ്. ഓഫ് റോഡ് കാപ്പബിലിറ്റി ഒരു മിനിമം റേഞ്ചിലാണുള്ളത്. അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, ഏത് ഘട്ടത്തിലും നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ബൈക്കാണ്. അങ്ങനെയുള്ള കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. ഒരു 208 കിലോഗ്രാം വെയിറ്റ് വരെയൊക്കെ വരുന്നുണ്ട്. ഒരു 197 മുതൽ, അതായത് 2 വേരിയൻ്റ് ബാറ്ററി വെയിറ്റും കൂടെ വെച്ചിട്ടാണ്. ഇതൊക്കെയാണ് അതിൻ്റെ ഭാരം എന്ന് പറയുന്നത്. ഈ വണ്ടിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം കൈകാര്യം ചെയ്യേണ്ട ഒരു വെയിറ്റാണ്. ഇത്തിരി ആരോഗ്യമൊക്കെ ഉള്ളവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പോകുന്നത്. പിന്നെ സീറ്റ് ഹൈറ്റ് 802 mm സീറ്റ് ഹൈറ്റ് ഉണ്ട്. അപ്പോൾ സീറ്റ് ഹൈറ്റൊക്കെ എന്ന് പറയുമ്പോൾ അത്യാവശ്യം പൊക്കമുള്ള ഒരു വണ്ടിയാണ്. നമുക്ക് ഒരു ക്രോസ് ഓവർ പോലെ, അതായത് ഒരു ഓഫ് റോഡ് വണ്ടി പോലെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ വിൻഡ് വൈസർ ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ വണ്ടിയാണ്. പിന്നെ റേഞ്ചും ഒക്കെ ഉള്ളതുകൊണ്ട് ദൂരയാത്രകൾ, വീക്കെൻഡ് ട്രാവലിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഈ അൾട്രാ വയലറ്റിൻ്റെ X47 ക്രോസ് ഓവർ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ടോട്ടലി നമുക്ക് അത്യാവശ്യം നോക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഇതിനൊരു ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയാണ്. അൾട്രാ വയലറ്റ് X47ൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ബിഗ് ബൈക്ക് ഫീലാണ് തരുന്നത്. നമുക്ക് ഇരിക്കുമ്പോൾ തന്നെ അറിയാം, നല്ല അപ്രൈറ്റ് ആയിട്ടുള്ള ഹാൻഡിലുണ്ട്. ആ ഒരു പൊസിഷനൊക്കെ അങ്ങനെയാണ്. നമുക്ക് ബോഡിയൊക്കെ ഒരു അപ്രൈറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ലെഗ് ഒരുപാട് ബാക്ക്വേർഡ് അല്ല, ഒരുപാട് ലോവർ അല്ല. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് വരുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ മിറേഴ്സൊക്കെ നല്ല വിസിബിലിറ്റി ഉള്ള മിററാണ്, അല്പം വൈഡറാണ്. അതൊക്കെ ഒട്ടും ഡിബേറ്റബിൾ അല്ലാത്തൊരു സംഭവമാണ്. നമുക്ക് നോർമലി വിശ്വസിക്കാം, നല്ല സ്പേസ് ആയിട്ട് ബാക്കൊക്കെ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ വിൻഡ് വൈസർ ഉണ്ട്. നല്ല വേഗതയിൽ വണ്ടി ട്രാവൽ ചെയ്യുമ്പോൾ ഈ വിൻഡ് വൈസർ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഏകദേശം ഒരു 80 to 100 വരെയൊക്കെ ഹെൽപ്പ് ചെയ്യും. അത് പറയുമ്പോഴാണ് മനസ്സിലാക്കേണ്ടത്, പുഷ് ചെയ്യാൻ പറ്റിയ നല്ല പവറുള്ളൊരു വണ്ടിയാണ്. ഇതിൻ്റെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 145 km/h സ്പീഡ് വരെയൊക്കെ നമുക്ക് പോകാൻ പറ്റും. ഈസിലി 100 ടച്ച് ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് ഈ വണ്ടിയുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു സെഗ്മെൻറ്റിലുള്ള, ഈ ഒരു പ്രൈസ് റേഞ്ച് വരുന്ന പെട്രോൾ വണ്ടിയായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും ഇത് നല്ലൊരു പെർഫോമൻസ് ഓപ്ഷനാണ് എന്ന് നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് നോർമലി അറിയാം, ബൈക്കിൻ്റെ രൂപമൊക്കെ ആണെങ്കിലും ഇതിന് ക്ലച്ചില്ല, ഗിയറില്ല. നമുക്ക് ആ സൈഡൊക്കെ കുറച്ച് റെസ്റ്റായിട്ടിരിക്കാം. പിന്നെ ബ്രേക്ക് പാഡ്സ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഫ്രണ്ട് ബ്രേക്കിനും ബാക്ക് ബ്രേക്കിനും സാധാരണ ബൈക്ക് പോലെ തന്നെയാണ്. ഇത് അങ്ങനെ വലിയ ഹീറ്റിംഗ് ഇഷ്യൂസ് അങ്ങനെയൊന്നും ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് അല്ല. ഇത് കംപ്ലീറ്റ്ലി ഇലക്ട്രിക് ആയതുകൊണ്ട് തന്നെ ആ ഒരു ഇലക്ട്രിക് വണ്ടിയുടെ ചേഷ്ടകളും സ്വഭാവങ്ങളൊക്കെ ഇത് കാണിക്കുമെന്നുള്ളത് വളരെ വ്യക്തമാണ്. പിന്നെ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ പ്ലാസ്റ്റിക് ആയാലും ഇതിൻ്റെ ഒരു മെറ്റൽ ടൈപ്പ് ഒരു മിക്സ്ഡ് ആണ്. ആ ഒരു പോർഷനൊക്കെ കംപ്ലീറ്റ്ലി മെറ്റലല്ല. ഇതെല്ലാം നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒരു ചെറിയ പോരായ്മകൾ അവിടെ വരുന്നത്, ചിലയിടങ്ങളിലെ ഒരു ഇതിൻ്റെ ഒരു വിടവുകളൊക്കെ പ്രോപ്പറായിട്ടല്ല പാക്ക് ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ചെറിയ ഗ്യാപ്സ് വരുന്നുണ്ട്. അത് അങ്ങനെ ഇളകിപ്പോകുന്ന ടൈപ്പൊന്നുമല്ല, പക്ഷേ കാണുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാണുന്നവർക്ക് ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ മാത്രമാണ് ഫീൽ ചെയ്യുന്നത്. ടോട്ടലി വണ്ടി നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. അത്യാവശ്യം വെയിറ്റ് ഉള്ള വണ്ടിയാണ്. പിന്നെ ഡിസ്ക് ബ്രേക്സിൻ്റെ സൈസും ടയേഴ്സിൻ്റെ സൈസും ഒക്കെ, ടയേഴ്സ് ആണെങ്കിൽ ഫ്രണ്ട് ഒരു 110/70 സെഷൻ ടയറും ബാക്ക് ഒരു റിയർ ടയർ ഒരു 150 സെഷൻ ടയേഴ്സാണ്, 60 സെഷൻ ടയേഴ്സാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വല്ല വൈഡറായിട്ടുള്ള ക്രോസ് ടൈപ്പ് ടയേഴ്സാണ്. MRFൻ്റെ റിവേഴ്സാണ് വരുന്നത്. റേഡിയലാണ്. അപ്പോൾ റേഡിയൽ ടയേഴ്സാണ്. ഒരു സ്ക്രാംബ്ലർ മോഡലിലൊക്കെ ടയർ ഫീൽ ചെയ്യുമെങ്കിലും വണ്ടിക്ക് നമുക്ക് ആ ഒരു കണ്ടീഷൻ അനുസരിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടയേഴ്സ് തന്നെയാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ 17 ഇഞ്ച് അലോയ് വീൽസ് വരുന്നുണ്ട്. ഫ്രണ്ട് ഡിസ്ക് റോട്ടർ ആണെങ്കിൽ ഒരു 320 mm ഉണ്ട്. റിയർ ഡിസ്ക് റോട്ടർ ആണെങ്കിൽ ഒരു 220 mm ഉണ്ട്. അത്യാവശ്യം ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെ ബെറ്ററാണ്. ബ്രേക്ക് കുറച്ചുകൂടെ ബൈറ്റ് കൂടുതലാണ്. ഹൈലി പെർഫോമൻസ് ആയിട്ട് പോകുമ്പോൾ ഇതിൻ്റെ മോഡ്സൊക്കെ മാറി യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഫ്രണ്ട്ലി ആയി ഇടപഴകിയ ശേഷം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നമുക്കൊരു ബിഗിനറിന് എപ്പോഴും ഇതിൻ്റെ ബേസ് ആയിട്ടുള്ള മോഡ്സിൽ വണ്ടി നന്നായി ഓടിക്കാൻ പറ്റും. ടോർക്കും ബെസ്റ്റാണ്. അതിൻ്റെ ലോ എൻഡ് ടോർക്കും ഒക്കെ നല്ല ഫീൽ തരുന്ന ഒരു ടൈപ്പ് ഓഫ് വണ്ടിയാണ് നമുക്ക് ഈ അൾട്രാ വയലറ്റ് X47 ക്രോസ് ഓവർ എന്ന് പറയുന്നത്. അൾട്രാ വയലറ്റിൻ്റെ ഒരു പെർഫോമൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ഇതിൻ്റെ ഒരു ഫിഗേഴ്സ് പറയുമ്പോൾ ഒരു 40.2 bhp പവറാണ് ഇതിൻ്റെ ഒരു പെർഫോമൻസ് ആയിട്ട് വരുന്നത്.
നല്ല രീതിയിലുള്ളൊരു ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ളൊരു വണ്ടി എന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിനെ കൺസിഡർ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ടോർക്ക് എന്ന് പറയാൻ 100 ന്യൂട്ടൺ മീറ്റർ ആണ്. ഓൺ വീൽ ടോർക്ക് തന്നെ 600+ വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ തന്നെ അറിയാം ടോർക്ക് ലോ എൻഡ് ആയാലും മിഡ് എൻഡ് ആയാലും നല്ല ഹൈലി പെർഫോമിംഗ് ആയിട്ടുള്ള ഒരു ടോർക്കാണ് ഈ വണ്ടിക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഒരു പെർഫോമൻസ് ലാഗ് ഒന്നും ഇതിൽ ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഇതിൻ്റെ ഒരു റേഞ്ച് നമ്മൾ നോക്കുമ്പോൾ അറിയാം, ഇതിൻ്റെ ഒരു ബാറ്ററി എന്ന് പറയുന്നത് 7.1 കിലോവാട്ട് ബാറ്ററിയാണ് ബേസ് വരുന്നത്. ബേസ് വരുന്ന ബാറ്ററി തന്നെ ഏകദേശം ഒരു 213 കിലോമീറ്ററാണ് ഇവർ കമ്പനി IDC പറയുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും ഒരു 180 to 200 വരെ നമ്മുടെ റൈഡിങ് സ്റ്റൈൽ അനുസരിച്ച് നമുക്ക് റേഞ്ച് കിട്ടും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു ടോപ്പ് എൻഡ് എന്ന് പറയുമ്പോൾ ഒരു 10.3 കിലോവാട്ടിൻ്റെ ബാറ്ററിയാണ് വരുന്നത്. ആ ഒരു മോഡൽ വരുമ്പോഴത്തേക്ക് ഇതിന് നമുക്കൊരു പെർഫോമൻസ് എന്ന് പറയുന്നത് ഇതിന് എന്തായാലും നല്ല രീതിയിലുള്ള പെർഫോമൻസ് ഉണ്ടാവും. അതിന് ഒരു 7.1 കിലോവാട്ട് ബാറ്ററിയിലേക്ക് വരുമ്പോൾ ഈ പെർഫോമൻസ് ബാലൻസ് ആയിട്ട് നിൽക്കാൻ വേണ്ടി വണ്ടിക്ക് കുറച്ച് വെയിറ്റും കാര്യങ്ങളൊക്കെ കുറച്ചിട്ടുണ്ട്. ഏതായാലും രണ്ടും ഈക്വലായിട്ട് ഫീൽ ചെയ്യും. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഒരു 145 km/h ഒക്കെ നമുക്ക് ക്ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. അതുപോരാഞ്ഞിട്ട് തന്നെ നമുക്കിതിന് ടോപ്പ് എൻഡിൻ്റെ കാര്യം പറയുമ്പോൾ ടോപ്പ് എൻഡിൽ നമുക്ക് റേഞ്ച് എന്ന് പറയുന്നത് 300+ ആണ്. 300+ എന്ന് പറയുമ്പോൾ എങ്ങനെയായാലും ഓടിച്ചാൽ കിട്ടും എന്നൊക്കെ കമ്പനി പറയുന്നുണ്ട്. ഏതായാലും ഒരു 280 മേളിൽ എന്തായാലും നമുക്ക് കിട്ടും. പിന്നെ നമ്മുടെ റൈഡിങ് പാറ്റേണും സ്റ്റൈലൊക്കെ പോലെ ഇരിക്കും. മോഡ്സ് യൂസ് ചെയ്യുമ്പോഴാണ്. മോഡ്സിൻ്റെ കാര്യം പറയുമ്പോൾ ഇതിന് 3 മോഡുകളാണുള്ളത്. ഒന്ന് ഗ്ലൈഡ് മോഡാണ്, ഒന്ന് കോമ്പാറ്റ് മോഡാണ്, പിന്നെ മറ്റൊന്ന് ബാലിസ്റ്റിക് മോഡാണ്. അപ്പോൾ ഈ ഗ്ലൈഡ് മോഡ് എന്ന് പറയുമ്പോൾ വളരെ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള മോഡാണ്. നമുക്ക് കൂടുതൽ റേഞ്ച് കിട്ടും, പെർഫോമൻസ് കുറവായിരിക്കും, പക്ഷേ ബിഗിനർ ഫ്രണ്ട്ലി ആയിരിക്കും, കംപ്ലീറ്റ്ലി ബിഗിനർ ഫ്രണ്ട്ലി ആയിരിക്കും. അത് കഴിഞ്ഞാൽ നമുക്കിതിൽ കോമ്പാറ്റ് മോഡിലേക്ക് വരുമ്പോഴോ, കോമ്പാറ്റ് മോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മിഡ് റേഞ്ച് എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു വണ്ടിയായിരിക്കും. ഒരു പെർഫോമൻസ് ഉണ്ടായിരിക്കും, എന്നാലും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ബാലിസ്റ്റിക് പെർഫോമൻസിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ഹൈ ആയിട്ട് ഈ വണ്ടി മൂവ് ചെയ്യും. നമ്മുടെ കയ്യിൽ കൺട്രോളബിൾ ആണോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ആണെന്നൊക്കെ പറയാം. അങ്ങനത്തെ ഒരു പെർഫോമൻസ് ആയിരിക്കും. പിന്നെ ബ്രേക്കിങ്ങും ആ സമയത്ത് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഹൈ ബൈറ്റ് ഉള്ള ബ്രേക്കിംഗ് ആയിരിക്കും. ഹൈലി പെർഫോമൻസ് ഒരു ഡ്യൂക്ക് 390 അല്ലെങ്കിൽ അതിന് മുകളിലുള്ള പെർഫോമിംഗ് വണ്ടി, നോൺ ലീനിയർ വണ്ടി പോലെയുള്ള പെർഫോമൻസും ബ്രേക്കിങ്ങും ഒക്കെ ഈ വണ്ടികൾക്ക് കിട്ടും. അൾട്രാ വയലറ്റ് X47 ക്രോസ് ഓവറിൻ്റെ പെർഫോമൻസ് ഒക്കെ പറയുമ്പോഴും നമ്മൾ ചില ഡ്രോബാക്സും ഉണ്ട്, അതോടൊപ്പം തന്നെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ മേജർ ഇഷ്യൂ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇൻ്റർനെറ്റിൽ വന്നിട്ടുള്ള അതോടൊപ്പം തന്നെ യൂസർ കാര്യങ്ങൾ റേറ്റിംഗിൽ വന്നിട്ടുള്ള ഇഷ്യൂസ് എന്ന് പറയുന്നത് ഇതിനൊരു ഇൻ്റഗ്രേറ്റഡ് മാപ്പ് വരും, അതിൽ ചെറിയ ലാഗ്സ് വരുന്നുണ്ട് മറ്റാണ്. അതോടൊപ്പം തന്നെ ABSന് ചില സമയത്തുള്ള ചെറിയ മിസ്ഫങ്ഷൻ പറയുന്നുണ്ട്. പിന്നെ ബാറ്ററി ഡ്രെയിൻ ഒരു ഇഷ്യൂ ആണ്. അത് മെയിനായിട്ട് നമ്മളത് പേടിക്കേണ്ടതില്ല, കാരണം നേരാവണ്ണം ഓടിക്കുന്നവർക്കൊന്നും ഒരു ഇഷ്യൂ ഇല്ല. ബാറ്ററി റേഞ്ചൊക്കെ പക്കയാണ്, ബാറ്ററി ക്വാളിറ്റി ഒക്കെ പക്കയാണ്. പക്ഷേ നമ്മൾ ഇതിൻ്റെ ബാലിസ്റ്റിക് മോഡിലേക്ക് ഇട്ട് ഹൈ പെർഫോമൻസിൽ ഓടിക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഡ്രെയിൻ വരുന്നുണ്ട്, സോഫ്റ്റ്വെയർ ഗ്ലിച്ചസ് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് വരുന്നത്. പക്ഷേ നോർമലി നോക്കുമ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളിൽ എല്ലാത്തിലും വരുന്ന കോമൺ കാര്യങ്ങളൊക്കെയാണത്. അല്ലാതെ വലിയ രീതിയിലുള്ള ഈ ഒരു വണ്ടി കാരണം ഒരു ഇഷ്യൂ ഉണ്ടോ എന്നുള്ളൊരു ഫ്യൂച്ചറിൽ ഉപയോഗിക്കുമ്പോൾ ഉണ്ടോ എന്നുള്ള ഭയമൊന്നും വേണ്ട. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ക്വാളിറ്റിയാണ്, ബിൽറ്റ് ക്വാളിറ്റി ആയാലും ഇതിൻ്റെ സർവീസ് ക്വാളിറ്റി ആയാലും നല്ല രീതിയിൽ തന്നെയാണ് അൾട്രാ വയലറ്റ് കൊടുക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് ബൈക്സ് നമുക്ക് പറയാം. ഇത് കൊടുക്കുന്ന പൈസയ്ക്ക് മുതലാകും എന്ന് പറയാൻ നമുക്ക് പറ്റും. അതോടൊപ്പം തന്നെ വണ്ടി കുറച്ച് ഹെവിയർ സൈഡാണ്, കുറച്ച് വെയിറ്റ് കൂടിയ വണ്ടി ആയതുകൊണ്ട് അതിൻ്റെതായ ചില പരാതികൾ പറയുന്നുണ്ട്. പക്ഷെ അത് വാങ്ങുന്നവർ അത് ആലോചിച്ചെടുക്കണം. വെയിറ്റുള്ള വണ്ടിയാണ്, കുറച്ച് നല്ല സ്പീഡിൽ പോകുമ്പോഴത്തേക്ക് നല്ല സ്റ്റെബിലിറ്റി കിട്ടും. അതോടൊപ്പം വൈഡ് ടയേഴ്സാണ്, കുറച്ചുകൂടെ കൺട്രോൾ ഉണ്ട്. കോർണറിങ്ങിന് അത് പ്രത്യേകിച്ച് എടുത്ത് പറയണം, ഈ വണ്ടി കോർണറിങ്ങിന് ബെസ്റ്റാണ്. നല്ല രീതിയിൽ കോർണർ ചെയ്യാൻ വേണ്ടിയുള്ള സ്റ്റിഫർ സസ്പെൻഷനൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് പോത്ത് ഹോൾസ് ഒക്കെ ഉള്ള ബാഡ് റോഡ്സിലേക്ക് പോകുമ്പോഴത്തേക്ക് ആ ഒരു കണ്ടീഷനിൽ വണ്ടി നമുക്ക് റൈഡ് ചെയ്യുമ്പോഴത്തേക്കുള്ള ഒരു സസ്പെൻഷൻ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അത്ര സുഖമല്ല. കാരണം കോർണർ ചെയ്യുന്ന വാഹനങ്ങൾക്ക് അങ്ങനെ ആയിരിക്കും എന്നുള്ള ധാരണയുള്ളവർക്ക് അത് പ്രശ്നമില്ല. പിന്നെ ബ്രേക്കിംഗ് നല്ല റെസ്പോൺസ് ഉള്ള ബ്രേക്കിംഗ് ആണ്, പക്ഷേ ബൈറ്റ് കൂടുതലാണ്. അതുകൊണ്ട് കുറച്ചുകൂടെ ഒന്ന് കെയർഫുൾ ആയിട്ട് ഓടിക്കുക. ഫ്രണ്ട് ബ്രേക്ക് തന്നെയാണ് നമുക്ക് കൂടുതൽ സപ്പോർട്ടീവായിട്ട് വരുന്നത്. റിയർ ബ്രേക്ക് അത്രയും ബൈറ്റ് പഞ്ചുള്ളതല്ല, അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി സേഫ് ആയിട്ട് ഫീൽ ചെയ്യും. പിന്നെ സേഫ്റ്റിയുടെ കാര്യം പറയുമ്പോൾ ഈ വണ്ടിയിൽ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ആഡ് ചെയ്തിട്ടുള്ള ഒരു ഫീച്ചറാണ് ഇതിൻ്റെ റഡാർ ഫീച്ചർ. റഡാർ ഫീച്ചർ എന്ന് പറയുമ്പോൾ ഇതിന് ഒരു നമുക്ക് ബ്ലൈൻഡ് സ്പോട്ടുകൾ ഡിറ്റക്ട് ചെയ്ത് കൊടുക്കുക, വാഹനം വാർണിംഗ് തരും, അങ്ങനെയുള്ള ബേസിക് കാര്യം. പിന്നെ ഡാഷ് ക്യാം വരും, അത് നമുക്ക് ടോപ്പ് എൻഡിലാണ് വരുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വണ്ടിയിൽ വരുന്നത്. ഈ ഒരു കാര്യം നോക്കുമ്പോൾ ഇത് നല്ലൊരു തീരുമാനമാണ് ആ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. പക്ഷേ അത് ടോപ്പ് എൻഡിലേക്ക് വരുമ്പോഴൊക്കെയാണ് അത് കൂടുതലും ഉപയോഗപ്പെടുന്നത്. നമ്മൾ കാറുകളുടെ ഒരു അഡാസ് സിസ്റ്റം പോലെയാണ്, പക്ഷേ കാറുകളുടെ പോലെ ബ്രേക്ക് ഓട്ടോമാറ്റിക്കലി ഒന്നും വരില്ല, നമ്മൾ മാനുവലി തന്നെ ചെയ്യണം. ഏതായാലും നമുക്ക് വാർണിംഗ് തരും, വണ്ടി നമുക്ക് അതിനുള്ള ഇൻഫർമേഷൻസ് തരും എന്നുള്ള കാര്യം മാത്രമാണ് ഉള്ളത്. പിന്നെ ഇതിൻ്റെ എക്സ്പെൻസ്, നമ്മൾ ഈ വണ്ടി കയ്യിൽ കൊണ്ട് കിടക്കുമ്പോൾ എത്ര ചിലവ് വരും എന്നുള്ളതാണ്. പെട്രോൾ വണ്ടിയല്ല, അപ്പോൾ ഇലക്ട്രിക് ആകുമ്പോൾ ലാഭം നോക്കി എടുക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ വാഹനം കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഇനിഷ്യൽ എന്ന് പറയുന്നത്, ഫസ്റ്റ് സർവീസ് എന്ന് പറയുന്നത് ഒരു 800 രൂപയൊക്കെയാണ്.
പിന്നെ ഒരു 3 ഫ്രീ സർവീസ് ഉണ്ട്. ഏകദേശം ഒരു 3500 രൂപയാണ് സർവീസിന് വേണ്ടി ചിലവാക്കാൻ വരുന്നത്. പിന്നെ ബ്രേക്ക് പാഡ്സിൻ്റെ പ്രൈസ് നമ്മൾ എന്തായാലും നോക്കണം. ബ്രേക്ക് പാഡ്സ് നമുക്ക് മാറ്റേണ്ടി വരും. ഒരു 10000 കിലോമീറ്റർ വരെയൊക്കെ കിടക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് റൈഡർ ഡിപ്പെൻഡ് ആണ്. റൈഡർ ഓടിക്കുന്ന പോലെ ഇരിക്കും. എളുപ്പത്തിൽ തേയ്മാനം വരുത്തുന്നവരുമുണ്ട്, നല്ല രീതിയിൽ റിലയബിളായിട്ട് ഡ്യൂറബിളായിട്ട് യൂസ് ചെയ്യുന്നവരുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബ്രേക്ക് പാഡ്സിൻ്റെ കാര്യം വരുമ്പോൾ 2 ബ്രേക്ക് പാഡ്സ് ഉണ്ട്. ഫ്രണ്ടും റിയറും കൂടി ചേർത്ത് ഒരു 3500 രൂപയ്ക്കകത്താണ് വരുന്നത്. അപ്പോൾ ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ ചെയിൻ സ്പ്രോക്കറ്റ് അതുപോലെ ഒരു 3000-4000 റേഞ്ച് വരും. അപ്പോൾ ചെയിൻ സ്പ്രോക്കറ്റും ബ്രേക്കും സർവീസ് എല്ലാം കൂടി ചേർത്തൊരു വർഷത്തേക്ക് ഒരു 10000 രൂപയ്ക്കകത്താണ് ഏകദേശം വരുന്നത്. പിന്നെ പെട്രോളിൻ്റെ കോസ്റ്റ് വരാത്തതുകൊണ്ട് തന്നെ ഇലക്ട്രിസിറ്റിയുടെ കോസ്റ്റൊക്കെ വളരെ കുറവാണ്. റേഞ്ചുള്ള വണ്ടിയാണ്. അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ലാഭകരമായിട്ടൊക്കെ ഫീൽ ചെയ്യാം. ഒരു ഫ്യൂച്ചർ ഓരോ ഇയർ ആയിരുന്നാലും നമുക്ക് ഈ ഒരു എക്സ്പെൻസ് ഒക്കെ തന്നെയാണ് വരുന്നത് സർവീസിൻ്റെ കാര്യമൊക്കെ വരുമ്പോൾ. അതുകൊണ്ട് നമുക്ക് വലിയൊരു ചിലവുള്ള വണ്ടിയല്ല. ഈ ഒരു സെഗ്മെൻറ്റിൽ അല്ലെങ്കിൽ ഇത്രയും പെർഫോമൻസ് വരുന്ന മറ്റു വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ പകുതി എക്സ്പെൻസ് മാത്രം വരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് അറിഞ്ഞ് മനസ്സിലാക്കി ഈ ഒരു പൈസയുടെ കാര്യമൊക്കെ മനസ്സിലാക്കി എടുക്കുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനായിട്ട് തന്നെ നമുക്ക് ഈ വണ്ടി ഉപയോഗിക്കാം. പിന്നെ ഓഫ് റോഡിന് ഒക്കേഷണലി കൊണ്ടുപോകാം. അങ്ങനെയുള്ള ഫീച്ചറൊക്കെ ഉള്ള വണ്ടിയാണ്. അതുകൊണ്ട് വളരെ നല്ല ഒരു വണ്ടികളുടെ ലിസ്റ്റ് ചോദിക്കുമ്പോൾ അതിനകത്ത് തന്നെ നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പെർഫോമൻസ് ആണ്. കുറച്ച് റൈഡറായിട്ട് താല്പര്യമുള്ളവർക്ക്, ഹൈ സ്പീഡിലൊക്കെ റെവ് ചെയ്ത് ഓടിക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് ആ ഒരു പെട്രോൾ വണ്ടിയുടെ ഫീല് കിട്ടില്ല എന്തായാലും. പക്ഷേ ഇലക്ട്രിക് വണ്ടിക്ക് അതിൻ്റെതായ പെർഫോമൻസും അതിൻ്റെതായ ടോർക്കും കാര്യമൊക്കെ ഉണ്ട്. നമുക്ക് എങ്ങനെ വേണം ഓടിക്കാം. അപ്പോൾ ആ രീതിക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു വണ്ടിയാണ്. നല്ല രീതിയിൽ സസ്പെൻഷൻ ട്രാവൽ കൂടിയുണ്ട്. ഒരു 170 mm സസ്പെൻഷൻ ട്രാവൽ ഇതിൽ ഫ്രണ്ടും റിയറും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മോശം റോഡുകളിൽ ഓടിക്കാം. ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് കുറച്ച് സ്റ്റിഫർ സൈഡാണ്, കോർണർ ചെയ്യാനുള്ളതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വൈഡ് ടയർസൊക്കെ ഇട്ട് നമുക്ക് അടിച്ചു പൊളിക്കാൻ ഒരു ഫൺ റൈഡിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടി തന്നെയാണ് അൾട്രാ വയലറ്റിൻ്റെ X47 ക്രോസ് ഓവർ. അൾട്രാ വയലറ്റ് X47 ക്രോസ് ഓവർ വണ്ടി എന്ന് പറയുന്നത് അതിൻ്റെ പ്രൈസാണ് നമ്മളിനി അറിയേണ്ടത്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 2,49,000 രൂപയാണ് ഇതിൻ്റെ ബേസ് പ്രൈസ് പറയുന്നത്. എക്സ്ഷോറൂം പ്രൈസാണ്. ടോപ്പ് എൻഡ് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം 4,61,000 രൂപ വരെ വരും. ഇപ്പോഴാണെങ്കിൽ ഇത് ഓഫറിൽ കമ്പനി കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്തൊക്കെ ഒരു 1-2 മാസങ്ങൾക്ക് മാത്രമായിരിക്കും ഓഫർ ഉള്ളത്. ഒരു 30,000 റുപ്പീസ് ഡിസ്കൗണ്ട് വരുന്നുണ്ട്. അതിൻ്റെ പ്രധാനമായ കാരണം എന്ന് പറഞ്ഞാൽ കിൽ ദ പെട്രോൾ പ്രൈസ് എന്ന് പറയുന്ന ഒരു ക്യാമ്പയിനാണ്. അതോടൊപ്പം തന്നെ ഇതൊരു എക്സ്ചേഞ്ച് ബോണസ് ഒരു 10,000 രൂപയൊക്കെ കുറഞ്ഞ് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഒരു വാങ്ങാൻ പറ്റിയ ഒരു സമയം കൂടിയാണ്. ഇതിൻ്റെ ഒരു പ്രൈസും കൂടി നോക്കിയിട്ട് ഇതിൻ്റെ റൈവൽസ് ആയിട്ടുള്ള വണ്ടികളുമായിട്ട് കമ്പയർ ചെയ്ത് എന്തായാലും നോക്കുന്നത് നല്ലതായിരിക്കും. ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുന്നത് കൂടി നല്ലതാണ്. തിരുവനന്തപുരത്തുള്ള വെള്ളയാനിയിലുള്ള അൾട്രാ വയലറ്റ് സ്പേസ് സ്റ്റേഷനാണ് നമുക്ക് ഈ വണ്ടി ഇന്ന് റിവ്യൂ ചെയ്യാൻ തന്നത്. കൂടുതൽ താല്പര്യമുള്ളവർക്ക്, ഈ വാഹനത്തെക്കുറിച്ച് അറിയണമെന്നോ അല്ലെങ്കിൽ ഇത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെന്നോ താല്പര്യമുള്ളവർക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. ഏതായാലും അടുത്തൊരു വണ്ടിയുടെ വിശേഷങ്ങളുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.